അത്ര പവറുള്ള സന്തോഷം ലോകത്തൊരു മുഅ്മിനിന് വേറെ എന്താ? മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കാൻ ഇരിക്കുന്ന മലക്കുകളുടെ സന്തോഷമൊക്കെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. എവിടെയെന്നറിയോ? സിറാത്ത് മുറിച്ചു കടന്ന് അക്കരെ എത്തണം. അതേ സമയത്ത് ആ സിറാത്തിന്റെ മുകളിൽ 19 സബാനിയാക്കളായ മലക്കുകളുണ്ട്, നരകം കാക്കുന്ന മലക്കുകൾ. സഹോദരങ്ങളെ, നരകം കാക്കുന്ന ഒരു മലക്കിനെ പോലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. നരകത്തിന്റെ മേൽ അല്ലാഹു 19 കാവൽഭടന്മാരെ വെച്ചിട്ടുണ്ട്. അവരാരാന്നറിയോ? ഗൗരവ പ്രകൃതമുള്ളവരാണ്. അഡ്ജസ്റ്റ്മെന്റ് തീരെയില്ല. ഇവരെന്താ ഒന്ന് സ്നേഹത്തോടെ പെരുമാറാത്തത് എന്ന് ചിന്തിക്കരുത്. അവർക്കതിന് സാധ്യമല്ല. ഷിദാദുൻ, അതീവ മല്ലന്മാരാണ്, ശക്തന്മാരാണ്. അവരുടെ ബോഡിയുടെ കടുപ്പവും അതിന്റെ വിശാലതയും ഹദീസിൽ പറഞ്ഞില്ലേ? മാ ബൈന മൻകിബൈഹിം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. ഒരൊറ്റ മലക്കിന്റെ 2 തോളിന്റെ ഇടയിലുള്ള വ്യാസം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര വലുപ്പമാണ്. പിന്നെന്തിനാ 19 ഒന്നുപോലെ? നമ്മൾ ചിന്തിക്കും അല്ലാഹു തആല ആകെ കാവൽഭടന്മാരെ നരകം കാക്കുന്ന മലക്കുകളെ 19 വെച്ചത് ഇത്രയും വലിയ നരകത്തിന് മതിയല്ല സഹോദരങ്ങളെ? ഒന്നുപോലെ. ആ ഒന്നിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലമാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, 2 തോളിന്റെ ഇടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും അകലമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് ഷിദാദുൻ, ശക്തന്മാരാണ്. അങ്ങനത്തെ ഒരൊറ്റാളെയും ദുനിയാവിൽ നമ്മൾ കാണൂല. ഒരൊറ്റ സൃഷ്ടിയെയും കാണൂല അത്ര വലുപ്പുള്ള മലക്കുകൾ 19 കൊളത്ത് ചെങ്ങലയും പിടിച്ച് കാത്തിരിക്കാണ്. കൊളത്താൻ പാകപ്പെടുത്തിയിട്ടാണ് അള്ളാഹു കാത് സംവിധാനിച്ചിരിക്കുന്നത്. എവിടെ കൊളത്തിയാലും കിട്ടും. കാത് കണ്ടില്ലേ നിങ്ങൾ? അതിനാണ് ഈ വളവൊക്കെ. എവിടെ കൊളത്തിയാലും കിട്ടും. ഒന്ന് കൊളത്തി നോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, പടച്ച റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഇതിന്റെ 1-ാം തട്ട് മുവഹിദീങ്ങൾക്കുള്ളതാണ്. നല്ലോണം കരുതണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 1-ാമത്തെ തട്ട് ലഹാ സബ്അതു അബ്വാബ്, നരകത്തിന് 7 തട്ടുകളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ തട്ടുകൾക്കും നിശ്ചയിക്കപ്പെട്ട വിഹിതം ആളുകളുണ്ട്. 1-ാമത്തെ തട്ടിൽ പോകുന്നവരാണ് ഇസാത്തുൽ മുവഹിദീൻ. ആ 1-ാമത്തെ തട്ടിനാണ് ജഹന്നം എന്ന് പേര് പറയുന്നത്. സഹോദരങ്ങളെ, ജഹന്നം കാലിയാകുന്നുണ്ട്. പക്ഷെ കാലിയാകുന്നത് പറയണ്ട, കിടക്കുന്നത് ആലോചിക്കാൻ വയ്യ. നരകത്തിന്റെ ഒരു തീപ്പൊരി കൊള്ളാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഇന്നഹാ തർമീ ബിശറരിൻ ഖൽ ഖസുർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ. നരകത്തിന്റെ തീപ്പൊരി അതിന്റെ വലുപ്പം എത്രയാണ്? ഖൽ ഖസുരി, കൊട്ടാര വലുപ്പമുള്ള തീപ്പൊരികളാണ് നരകം പുറത്തേക്ക് തുപ്പുന്നത്. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, മഞ്ഞ നിറത്തിന്റെ ഒട്ടകത്തിന്റെ വലുപ്പത്തില്, മഞ്ഞ നിറം ഒട്ടക മഞ്ഞ പോലോത്ത മഞ്ഞയുള്ള കൊട്ടാര സമാനമായ തീപ്പൊരികളാണ് മേലോട്ട് പൊങ്ങുന്നത്. നരകത്തിന്റെ തീപ്പൊരി കെട്ടുപോകില്ല. ഒരു തീപ്പൊരിയാണ് നരകത്തിനുള്ളത്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ പല കാറ്റുകളും കാണും, നരകത്തിൽ പല കാർമേഘങ്ങളും കാണും. ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, ഒരിക്കലും നരകത്തിലെ കാർമേഘം സുഖിക്കാനുള്ള കാർമേഘമല്ല. ഓരോ കാർമേഘവും ഓരോ തരം ശിക്ഷകൾ തുപ്പാനുള്ളതാണ്. ചിലത് പുറത്തേക്ക് തുപ്പുന്നത് തീ കൊണ്ട് നിർമ്മിതമായ പാമ്പുകളെയാണ്. ചിലത് പുറത്തേക്ക് തുപ്പുന്നത് തീ കൊണ്ട് നിർമ്മിതമായ തേളുകളെയാണ്. ഉസാത്തുൽ മുവഹിദീൻ, മുവഹിദീങ്ങളിലെ ദോഷികൾക്ക്, ഈമാനുള്ള ദോഷികൾക്ക് കിടക്കാനുള്ള കേന്ദ്രമാണ് നരകത്തിന്റെ 1-ാമത്തെ തട്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ഏറ്റവും
ലാസ്റ്റ് തട്ടിൽ കഴിയുന്നവരാരാന്നറിയില്ലേ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. ഇസ്ലാമും ഈമാനും ഒക്കെ നേരെ ചൊവ്വേ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ട് അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിഫാഖോടെ ജീവിച്ച മുനാഫിഖുകളില്ലേ, കപട വിശ്വാസികളില്ലേ, അവർക്ക് പോകാനുള്ളത് നരകത്തിന്റെ അവസാനത്തെ തട്ടിലാണ്. അതിന്റെ നേരെ മുകളിൽ കഴിയുന്ന ആളുകളാ സഹോദരങ്ങളെ യഹൂദികൾ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് നുസാറ ക്രിസ്ത്യാനികൾ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് ഇബ്ലീസും അവന്റെ സൈന്യവും. സുബ്ഹാനല്ലാഹ്. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് ബഹുദൈവാരാധകർ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് സ്വാബീങ്ങൾ. ഇവരൊക്കെ നരകത്തിന്റെ ഓരോ തട്ടിലും അല്ലാഹു തആല സദാ സമയത്തും നരകത്തിൽ അങ്ങനെ കൊടുക്കുമ്പോ, ശിക്ഷ കൊടുക്കുമ്പോ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ശിക്ഷ കൊണ്ടൊന്നും മരിച്ചു കിട്ടുമോ? ഇല്ലേ, ഇല്ല, ഒരിക്കലും മരിക്കുകയില്ല. വലാ യഹ്യാ, ഒരു നല്ല ജീവിതത്തിന് രക്ഷ കിട്ടുമോ? ഒരിക്കലും രക്ഷ കിട്ടൂല. നരകത്തിലും സ്വർഗത്തിലും അധികം കണ്ട ആളുകളെ പറ്റി പറഞ്ഞ ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലഅതു ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഞാൻ എത്തി നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, സ്വർഗത്തിൽ ഞാൻ അധികം കണ്ടവും സാധുക്കളെയാണ്, പാവങ്ങളെയാണ്. ഭാരിച്ച ബാധ്യതകളോ ചതികളോ ഒന്നും അവരിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അവർ ജീവിച്ചുപോയി. അള്ളാഹുവിനെ പേടിച്ച് ഭൂമിയിലുള്ള കാലം സ്വസ്ഥമായി ജീവിച്ചു. ആരോടും വക്കാണത്തിനില്ല, വൈരാഗ്യത്തിനില്ല, വഞ്ചനക്കില്ല, അക്രമത്തിനില്ല, വിദ്വേഷത്തിനില്ല, ഒരാളെയും തോൽപ്പിക്കാനില്ല. പാവമായിട്ട് അങ്ങനെ നടന്ന് ഫക്കീറായി അങ്ങനെ ജീവിച്ച് അള്ളാഹുവിലേക്കും അങ്ങനെ തിരിച്ചുപോയി. ഒരാളോടും ഒരു ബാധ്യതയുമില്ല. അതേ സമയത്ത് ഇത്തലഅതു ഫിന്നാർ, നരകത്തിലേക്ക് ഞാൻ ഒന്ന് എത്തി നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ഉമ്മമാരെ, നരകത്തിൽ ഞാൻ അധികവും കണ്ടത് സ്ത്രീകളെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കാണാത്ത രണ്ട് വിഭാഗം നരകക്കാരി എന്ന് പരിചയപ്പെടുത്തിയില്ലേ? അതിലൊരു വിഭാഗം സഹോദരിമാരെയല്ലേ തങ്ങൾ പറഞ്ഞത്? സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ട് വിഭാഗം ആളുകൾ വരാനുണ്ട്. രണ്ടും പിന്നാർ, നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഒരു വിഭാഗം ഖൗമും മഅഹും സിയാത്തിൻ യദ്രിബൂന ബിഹന്നാസ്, ഖൗമും മഅഹും സിയാത്തുൻ കദ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലെ ചാട്ടവാറും പിടിച്ച് നിരപരാധികളെ തല്ലിച്ചതക്കുന്ന ആളുകള്, അവര് നരകത്തിൽ പോകാനുള്ളവരാണ്. നിരപരാധികളെ വേട്ടയാടുന്ന അധികാരികളെ കണ്ടിട്ടില്ലേ? കയ്യില് തോക്കും പിടിച്ച് സദാഭാഗത്തും വിപ്ലവങ്ങളും അക്രമങ്ങളും നടത്തുന്ന ആളുകളെ കണ്ടില്ലേ? ഭരണാധികാരികളില്ലേ? അവരെ നിയമപാലകരില്ലേ? അവര് മുന്നോട്ട് വെച്ച സേനാധിപന്മാരില്ലേ? അവര് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുന്ന യഹൂദി അടക്കം ആ കൂട്ടത്തിലുണ്ട്. ഓ സഹോദരൻ,